രക്ഷാദൌത്യം പ്രതിസന്ധിയിൽ. പുഴയിലിറങ്ങി പരിശോധന നടത്താനുള്ള മുങ്ങൽ വിദഗ്ധരുടെ ശ്രമം നടന്നില്ല. വെല്ലുവിളിയായി പുഴയിലെ കുത്തൊഴുക്കും കനത്ത മഴയും. ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. രാത്രിയിൽ വീണ്ടും പരിശോധന. അർജുന്റെ കുടുംബത്തിനെതിരായ സൈബർ ആക്രമണത്തിൽ കേസെടുത്ത യുവജന കമ്മീഷൻ. തിരുവനന്തപുരം ടെക്നോ സിറ്റിയിൽ ഭീതി പരത്തിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ചു. വെടിവെച്ചത് പിരപ്പൻകോട് ജനവാസ മേഖലയിൽ നിന്ന്. കാട്ടുപോത്തിനെ പാലോട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. ടെക്നോ സിറ്റി പ്രദേശത്തെ കാട് വൃത്തിയാക്കുമെന്ന് മന്ത്രി GR അനിൽ. നീറ്റിൽ പുതുക്കിയ റാങ്ക് പട്ടിക പുറത്ത്. ഫലം പ്രസിദ്ധീകരിച്ചത് പ്രത്യേകമായി നൽകിയ അധിക മാർക്ക് ഒഴിവാക്കി. നടപടി സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തൃശൂർ തെക്കൻ പാലയൂരിൽ മിന്നൽ ചുഴലിൽ വ്യാപക നാശം. INTUC നേതാവ് രാമഭദ്രൻ കൊലക്കേസിൽ 14 പേർ കുറ്റക്കാരെന്ന് കോടതി. പ്രതികളെല്ലാം CPIM പ്രവർത്തകർ. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമടക്കം 4 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി ഈ മാസം 30-ന്. പാരീസ് ഒളിമ്പിക്സിന് നാളെ തിരിതെളിയും. ആദ്യ ഇനമായ അമ്പെയ്ത്തിൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഫുട്ബോളിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് മൊറോക്കോ.